പൊട്ടിവിടെ ഇരുന്ന പ്രഭാതം കാണാൻ കൊല്ലത്തിൽ 2 പ്രാവശ്യം സാധിക്കാറുള്ളൂ. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റേത് വലിയ പെരുന്നാൾ. എല്ലാത്തപ്പോ പാതിരാക്ക് തെണ്ടി നടന്നാൽ പ്രഭാതം വിടരുമ്പോഴേക്കും നമ്മൾ വാടിയിട്ടുണ്ടാവും. ഖത്തർ മൊത്തം എത്ര വലിയ എസ്തറ്റിക് സ്ഥലം ഉണ്ടെങ്കിലും പെരുന്നാക്ക് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇവിടെ തന്നെ എത്തും. ബർമുഡ ട്രയാങ്കിളിനെക്കാട്ടും വലിയ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊരു വലിയ വട്ടക്കണർ ഇവിടെ ഉണ്ട്. 50 രൂപ കൊണ്ട് ടൈംപീഷന്റെ പൂക്കിറ്റ് സീരിയൽ ഒതുക്കിയ ഈ കലക്കും കലാകാരിക്കും ഇന്നത്തെ അവാർഡ്. ഇരുന്ന് നടന്നു കിടന്നുള്ള ഫോട്ടോഷൂട്ടിന് ശേഷം കുറഞ്ഞ ചെലവിൽ കൂടുതൽ കൈക്കാനുള്ള പദ്ധതിക്കായുള്ള കണ്ടെത്തലാണ്. ഡയറ്റിന് പകരം വയറും ടൈറ്റാക്കി അവനവന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസ്ഥ. നാസയെ വെല്ലുന്ന വലിപ്പവും വേഗതയുള്ള റോക്കറ്റുകൾ സ്വന്തമായിട്ട് പറക്കൂലെങ്കിലും നമ്മൾ ചാടി എറിഞ്ഞും പറപ്പിക്കും. തിന്ന ഫുഡ് 2XL ടൈപ്പിക്കുന്ന ഓട്ടോടി റൂം പിടിച്ചില്ലെങ്കിൽ പെരുന്നാൾ നമ്മൾ ഉണങ്ങാനിട്ട കൊപ്പര പോലെയാവും. ഓടിച്ചിട്ട് മൂടി പൊതിച്ച് ഉറങ്ങല ശീലമെങ്കിലും ഇത്തവണ അത് നടക്കൂല. കാരണം ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്ക് അന്നദാനം ചടങ്ങുണ്ട്. അരിയിടും അരച്ചമ്പാണെങ്കിലും ഇട്ട് കഴിഞ്ഞ പക്ഷിപാത്രം പോലെ അരിച്ചെമ്പെന്ന് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ആളുടെ എണ്ണം കൂടിയോണ്ട് എപ്പോഴത്തേതിലും അളക്കുന്ന ഗ്ലാസിന്റെ വലിപ്പം ചെറുതായെന്ന് കൂട്ടി. പക്ഷെ ചെമ്പിന്റെ വലിപ്പം കൂട്ടാൻ മറന്നുപോയി. ബുദ്ധി വിമാനായോണ്ട് 2 ദിവസത്തേക്കുള്ള ചോറ് 2 ചെമ്പെടുത്ത് അഡ്ജസ്റ്റ് ആക്കിയത് 2 ആഴ്ചത്തേക്കാ. ഉച്ച കഴിഞ്ഞാ പിന്നെ രാത്രി വരെ ബോധം കെട്ട് രാത്രി വീണ്ടും ഒരുങ്ങി കെട്ടിയൊരു പോക്ക. നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ ഹീൽസ് ഇടണം. പക്ഷെ നടക്കാനുള്ളതാണ് ഷൂസ് വേണം. ഹീൽസ് ഇട്ട് അത് നടത്തം മാറി അയച്ചിലാവും. ഇത്തരം കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് എങ്ങോട്ടേക്കാ? ഒരു ചായ കുടിക്കാൻ. എന്താ ഒരു അനുസരണ? ചായ ഡ്രസ്സിലാവാണ്ട് ചായ മുക്കി ബിസ്ക്കറ്റിന്റെ മേലെ ചായ കുടഞ്ഞു കളഞ്ഞ് തിന്നുന്ന നന്മയോളി. ആ ചായ മേത്ത് മറിക്കോന്നില്ല എന്റെ ആങ്സൈറ്റിയും ബേജാറും കൂട്ടാണ്ട് അത് തീർക്കാൻ ഓനെ കൊണ്ട് പറ്റൂല. നാട്ടുനടപ്പ് അനുസരിച്ച് അടുത്തത് ഫയർവർക്സ് ആണ്. കഴിഞ്ഞ തവണ പൊട്ടിയാൽ 2 തിരി വലത്തോട്ടോ എടുത്തോട്ടോ കൂടുതൽ പൊട്ടും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തവണ ആ നടപ്പങ്ങോട്ട് മാറ്റി ഒരു കൂട്ട ചാവ നടത്തി. രാത്രി ആവുമ്പോഴേക്കും നമ്മളെ പൂക്കിട്ടിടെ തിരിക്കൊരു യോജിപ്പൊക്കെ വന്നിട്ടുണ്ട്. ആഘോഷം എന്തു ആവട്ടെ, കലയില്ലാതെ നമ്മളൊരു ദിവസം തീരൂല. ശുഭം.